ഇന്ന് ലോക വൃക്ക ദിനമാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. ഇന്ന് വൃക്ക സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ തോമസ് മാത്യു. 80-ാം വയസ്സിലും രോഗികളുമായി സംവദിച്ച ചികിത്സാ രംഗത്ത് സജീവമാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഡോക്ടർ. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം സത്യം പറയട്ടെ. പ്രായം 80എങ്കിലും അവശതകളൊന്നുമില്ലാതെ ആതുര സേവന മേഖലയിൽ ചുറുചുറുക്കോടെ സജീവമാണ് ഡോക്ടർ തോമസ് മാത്യു. വൃക്ക ചികിത്സാ രംഗത്ത് കേരളത്തിന്റെ അരനൂറ്റാണ്ടിന്റെ അടയാളപ്പെടുത്തൽ. നെഫ്രോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേരളത്തിലെ ആദ്യ ഡോക്ടറാണ് ഇദ്ദേഹം. 1974 വൃക്കരോഗ ചികിത്സാ വിഭാഗം, 1975 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡയാലിസിസ് സംവിധാനം എന്നിവ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ തോമസ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫ്ലെഡ്ജ് ഡയാലിസിസ് സെറ്റപ്പ് കിഡ്നി ഡിസീസിന്റെ ഡയഗ്നോസും ട്രീറ്റ്മെന്റും ഒക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ സാധിച്ചു. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായി കിഡ്നി മാറ്റിവെക്കുന്ന സർജറി ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ വൃക്കരോഗത്തിന്റെ ഒരു സമ്പൂർണമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും വൃക്കരോഗം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതും രോഗ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്നും വൃക്കരോഗം വന്ന് മാറാത്ത വൃക്കരോഗം വന്നാൽ എങ്ങനെ ഡയാലിസിസ് ചെയ്യണമെന്നും എങ്ങനെ കിഡ്നി മാറ്റി വെക്കണമെന്നും നമ്മുടെ കേരളത്തിൽ കാണിച്ചു കൊടുത്തത് ഞങ്ങളാണ് കഴിഞ്ഞ 50 വർഷമായിട്ട്. ആ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡ്, ക്രമം തെറ്റിയതും അമിതമായതുമായ ഭക്ഷണരീതികൾ തുടങ്ങിയവയെല്ലാം വൃക്കരോഗത്തിന് കാരണമാകും. വൃക്കരോഗം ബാധിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രായഭേദമന്യേ ഭക്ഷണക്രമം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ നമ്മളറിയാം, ഒരു 100 ആളുകളെ എടുത്താൽ അത് 14 പേർക്കും കിഡ്നി രോഗമുണ്ട്. അവരറിയുന്നില്ല. കിഡ്നി രോഗം ഒരു സൈലന്റ് കില്ലറാണ്. 50% കിഡ്നി ഡാമേജ് വന്നാലേ രോഗമുണ്ടെന്ന് നമ്മൾ അറിയുള്ളൂ. അതുവരെ നമ്മൾ അറിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ അറിയണമെങ്കിൽ എല്ലാ വർഷവും പ്രായപൂർത്തി ഒരാൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. മൂത്രം പരിശോധിക്കണം, രക്തം പരിശോധിക്കണം, രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് നോക്കണം, പ്രമേഹം ഉണ്ടോ എന്ന് നോക്കണം, രക്തത്തിൽ എന്തെങ്കിലും കേടുണ്ടോ, യൂറിനിൽ എന്തെങ്കിലും കേടുണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും കേടുണ്ടോ, ഹാർട്ടിന് എന്തെങ്കിലും കേടുണ്ടോ, ഇതൊക്കെ നോക്കണം. എന്നാൽ മാത്രമേ വൃക്ക രോഗങ്ങളെ ആദ്യം തന്നെ കണ്ടുപിടിച്ച് മരുന്ന് ചികിത്സ എടുത്തിട്ട് ഭേദമാക്കാൻ സാധിക്കൂ. എന്റെ ജീവിതം നിറയുന്ന ആത്മകഥയിൽ മലബാറിന്റെ ചികിത്സാ ചരിത്രത്തെക്കുറിച്ച് ഡോക്ടർ പ്രതിപാദിക്കുന്നു. ആദ്യകാലങ്ങളിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരും സമൂഹവും തമ്മിൽ നിലനിന്നിരുന്ന സവിശേഷമായ ബന്ധവും ആത്മകഥയിൽ ഡോക്ടർ ഓർത്തെടുക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.